കേരളക്കരയിൽ ഇന്ന് നമ്മൾ സാമ്പത്തികമായി ഗവൺമെൻറ് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടമെടുക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിൽ കടമെടുക്കുക, ബാങ്കിൽ നിന്ന് കടമെടുക്കുക, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കുക, ദൈനംദിന ഭരണം അല്ലെങ്കിൽ ദൈനംദിന ജീവിതം നയിപ്പിക്കുവാനായിട്ട് നമ്മുടെ സർക്കാരുകൾ വളരെയധികം ബന്ധപ്പെടുന്ന ഒരവസ്ഥാവിശേഷമാണ് നാം കാണുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട് ഭരിച്ച ഗവൺമെൻറ്റുകൾ അവർ വരുത്തിവെച്ച മിനകളുടെ ഫലമായിട്ടാണ് ഇന്ന് കേരളക്കര കടത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ധനകാര്യ വകുപ്പും എല്ലാം ഓടി നടക്കുകയാണ് പൈസ അല്ലെങ്കിൽ ധനം സ്വരൂപിക്കുവാനായിട്ട്. എന്നാൽ അവിടെയെല്ലാം നാം പലപ്പോഴും നിരാശപ്പെടേണ്ട അവസ്ഥാവിശേഷമാണ്. കോടിക്കണക്കിന് രൂപ പലിശയിനത്തിൽ നാം അടച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ലോൺ എടുത്താൽ അല്ലെങ്കിൽ ഒരു കടമെടുത്താൽ അതിൻ്റെ പലിശ പോലും മറ്റൊന്നതിൻ്റെ പലിശ പോലും അടയ്ക്കാൻ തികയാത്ത അവസ്ഥാവിശേഷം. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക്, ജനങ്ങൾക്ക്, ഭരണകർത്താക്കൾക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ അവർ സാമ്പത്തികം ചെലവഴിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇനി നമ്മുടെ സാധാരണപ്പെട്ടവൻ്റെയും പാവപ്പെട്ടവൻ്റെയും തൊഴിലാളികളുടെയും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നില്ല. അവിടെ അവന് ഒരു ബാങ്കിൽ ലോണിന് ചെന്നാൽ ഒരുപാട് നൂലാമാലകളാണ് അവന് തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സർക്കാർ തന്നെ കടത്തിലായിരിക്കുന്നു. ഇവന് ഈ പാവപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി, ഒരു കർഷക തൊഴിലാളി ഒരു ലോണിന് വേണ്ടി ചെന്നാൽ അവൻ ഒരുപാട് നൂലാമാലകൾ കടന്നു വേണം അത് ലഭിക്കുവാനായിട്ട് മനസ്സിലാക്കും. എന്നാൽ ഇവൻ്റെ തുക ഇവന് അടയ്ക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഉടനെ ജപ്തി നോട്ടീസ് വരും. സർക്കാരിന് എത്ര ജപ്തി നോട്ടീസാണ് വരേണ്ടത്? നമ്മുടെ സർക്കാരിന് ഈ കണക്ക് വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ബാങ്കുകൾ, സ്ഥാപനങ്ങൾ എന്തുമാത്രം ജപ്തി നോട്ടീസുകൾ അയക്കണം? ഈ നാട്ടിലെ ജനങ്ങൾ, ഇവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ജനിപ്പിക്കുന്ന ഈ ജനപ്രതിനിധികൾ ആരുമായിക്കോട്ടെ, ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ആരുമായിക്കോട്ടെ, അവർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അവർക്ക് യാതൊരു ആഡംബര ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള കുറവുകൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ സാധാരണപ്പെട്ട ജനങ്ങൾ അവൻ്റെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടുന്ന മന്ത്രിമാരോ MLA-മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ആകുന്നവർ, അവർക്ക് യാതൊരു എളുപ്പമില്ലാതെ അവർ സൂര്യജീവിതം, സുഖജീവിതം നയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുതന്നെയാണ് മത ആചാര്യന്മാരും ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എല്ലാ മതത്തിലും രാഷ്ട്രീയത്തിലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. അവിടെ നീതിയും ന്യായവും എല്ലാം തൂത്തെറിയപ്പെടുകയാണ്. നീതി സാധാരണപ്പെട്ടവനും പാവപ്പെട്ടവനും ലഭിക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. എന്നാൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതിനെ അട്ടിമറിക്കുന്നു. നീതി അവർക്ക് വേണ്ടി, നീതി ന്യായമൊക്കെ അട്ടിമറിച്ച് അവർ ഭരണം നടത്തുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വളർന്നു വന്നിരിക്കുന്നു. അത് മാറിയേ മതിയാകും, മാറ്റണം. അതിനുവേണ്ടി നാം പ്രബുദ്ധരായ കേരള ജനത ഒന്നടങ്കം നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രാജ്യം എല്ലാം കൊണ്ട് സുഭിക്ഷമാണ്. പക്ഷെങ്കിൽ കടത്തിൽ ഏറ്റവും ഒന്നാം പന്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ മിച്ചം ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കടബാധ്യതകളാണ്, ബഡ്ജറ്റുകളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഇത് കൂലങ്കഷമായി ചിന്തിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നത്. എൻ്റെ പേര് ബേബി മലശ്ശേരി. താങ്ക് യു വെരി മച്ച്.